ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 4 മുട്ട ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം. വേവിച്ച മുട്ട തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 3 മീഡിയം സൈസ് സവോള ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ പിളർന്നത്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒത്തിരി ബ്രൗൺ ആവുന്നതിന് തൊട്ട് മുമ്പുള്ള പരുവത്തിൽ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. സവോള വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന 10 മുതൽ 15 വരെ നമുക്ക് ക്യാഷ്യൂ എടുക്കാം. അതും അതിൻ്റെ കൂടെ മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന തക്കാളി കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലുള്ളിയുടെ കൂടെ കിടന്ന് നമുക്ക് ആ തക്കാളി അരച്ചതും കാഷ്യൂ അരച്ചതും എല്ലാം കൂടി നന്നായിട്ട് വെന്ത് വരണം. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. ആ സമയം ആകുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം തിളപ്പിക്കാനായിട്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മസാല പൊടിച്ചതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി തയ്യാറായി. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.